എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ബറോസ് സിനിമയുടെ ഒഫീഷ്യൽ 3D ട്രailer 5 മണിക്ക് കാണണ്ടേ? ഒരു കുറച്ച് എക്സൈറ്റ്മെന്റ് കുറവുണ്ട് കേട്ടോ. കാരണം ഇത് ലീക്കായി വന്നത് കൊണ്ട് ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാപ്പാടാണ്. കണ്ടു. പിന്നെ ചോദ്യം ചോദിക്കരുത് കേട്ടോ. എന്താടാ വന്നിരുന്നിട്ട് കാണണ്ടേ എന്ന് ചോദിക്കാൻ? അത് കാണാനല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഞാൻ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, പക്ഷേ ഇതിൽ കാണണ്ടേ എന്ന് ചോദിക്കുന്നതിൽ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ഇത് 3D വേറൊരു ഐറ്റാണ്. എന്താണ്, വെർച്വൽ വീഡിയോ ആണ്. അത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ കാണണം, കണ്ട് തന്നെ നോക്കണം. റെഡി, നോക്കാം. ഓക്കെ, പ്രീമിയർ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രീമിയർ ആണ്, പ്ലേ ആക്കാം. ഓക്കെ, ഓ കറക്റ്റ് ടൈമിംഗ്. കറക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? യൂസ് ഹെഡ്ഫോൺസ്. അത് നോർമലാട്ടോ. സമാധാനം. നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം. വാടാ ഇസബെല്ല. വാടാ മോനെ, പൊളി ട്രailer-ആണ്. വർക്കേ രസമായിട്ടുണ്ട്. വാ, ക്വാളിറ്റി. മറ്റൊരാളെ ഓർത്തു തൂകുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തില്ല മോളെ. വാവ്, റിവീൽ. വാ, അയ്യോ, ബറോസ്. അതാണ് ലീക്കായ പിക്ക്. ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ. എടാ, ഇത് വേറൊരു ഫീല്, വേറൊരു എക്സ്പീരിയൻസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞെട്ടിച്ചു സാധനം. ലാലേട്ടൻ എനിക്ക് തോന്നുന്നു ഈ രീതിയിലായിരുന്നു അവതാറിന്റെ ഒരു ട്രailer അല്ലേ? ആയിരുന്നു. അത്യാവശ്യം ക്വാളിറ്റി. ഇതെന്താ കാശ് കൊടുത്ത് ചെയ്യുന്നതിന് ക്വാളിറ്റി ഇതിനകത്ത് തോന്നുന്നുണ്ട്. അതെ, അതന്നെ വലിയൊരു കാര്യം. എടാ, എന്താലേ, ലാലേട്ടന്റെ ആദ്യത്തെ സിനിമയാണ്. അതെ, ലാലേട്ടന്റെ ആദ്യത്തെ സിനിമയാണ്. തകർക്കാനുള്ള സിനിമ, അങ്ങനെ പറയണം. കുറെ നാളായിട്ട് കാത്തിരുന്ന് ഒരു ഗംഭീര സിനിമയാവട്ടെ. എന്തായാലും ആള് ഇത്രയും കാലം ഒരു സിനിമയിൽ കൈവെക്കാതെ, അതായത് അഭിനയത്തിൽ മാത്രമേ കൈവച്ചിട്ടുള്ളൂ, ഡയറക്ഷനിൽ കൈവച്ചിട്ടില്ല. അപ്പോൾ കൈവച്ച് ഒരു സിനിമ വരുമ്പോൾ അതിൻ്റെതായ എന്തെങ്കിലും ഇല്ലാതെ ആൾ കൈവെക്കുമോ? തൊടാൻ ചാൻസ് വളരെ കുറവാണ്. അതാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു ചോദ്യം. അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും. എന്തായാലും ട്രailer-ൽ ഗംഭീരമായ വിഷ്വൽസ്, പിന്നെ പെർഫോമൻസ് വളരെ മികച്ചതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കുട്ടീൻ്റെതായാലും പിന്നെ മറ്റ് കഥാപാത്രങ്ങളുടേതായാലും. ഇതിൻ്റെ ഈ ബറോസിൻ്റെ ഫസ്റ്റ് വീഡിയോ വന്ന് തോന്നുന്നുണ്ടോ? അതായത് ആൾ തന്നെ ഡയറക്ടറും ആൾ തന്നെ അഭിനയവും, അതിൽ മുടിയൊക്കെ വളർത്തിയ ഒരു ലുക്കിലുള്ളത്. അത് ഭയങ്കരമായിട്ട് ട്രോളായിരുന്നു. ആ സാധനം, ആ പരിപാടിയാണ് മാറിയിട്ട് ഈ ലെവലിൽ വന്ന് നിൽക്കുന്നത്. ആ ലുക്കൊക്കെ മാറിയപ്പോൾ തന്നെ എന്താ പറയണ്ടേ, ആ ഒരു പറയുന്ന അല്ലെങ്കിൽ ആള് ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഒരു പവർ അങ്ങ് വന്നു. മറ്റതിനകത്ത് അങ്ങനത്തെ ഒരു സാധനം തോന്നൂലായിരുന്നു. ഇത് ഭൂതം എന്ന് പറയുമ്പോ നമ്മൾ കണ്ടിട്ടുള്ള ഭൂതങ്ങളൊക്കെ അങ്ങനെ തന്നെയാ. മൊട്ടത്തല അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു മുടി
അലാവുദ്ദീനും അത്ഭുത വിളക്കിലൊക്കെ അങ്ങനത്തെ സാധനമാണ്. അങ്ങനത്തെ ഒരു ഐറ്റം തന്നെ അതങ്ങ് വന്നപ്പോഴത്തേക്കും അതിന്റെ അതേ ലുക്കിൽ എത്തിയിട്ടുണ്ട്. ലുക്ക് എന്തായാലും പക്കയാണ്, ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുറെ സീനുകൾ കാണിക്കുന്നുണ്ട്, ക്യാരക്ടേഴ്സ് കുറെ ഈ എന്താ പറയാ ഈ പോർച്ചുഗീസുകാരെ കാണിക്കുന്നുണ്ട്. അതല്ലാണ്ട് മറ്റേ എന്താ പറയാ ആഫ്രിക്കൻ ആ ഒരു അങ്ങനത്തെ കുറെ ഐറ്റംസ് കാണിക്കുന്നുണ്ട്. പിന്നെ 1-2 ഡയലോഗുകൾ തന്നെ ട്രെയിലറിൽ പറഞ്ഞേക്കുന്ന സാധനം അതെ ഗംഭീര സാധനങ്ങളാണ്. എന്തായാലും ഒരുപാട് പ്രതീക്ഷ കൂടിയിട്ടോ. നമ്മൾ സാധാരണ ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്, ആ പ്രതീക്ഷയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് അതിനേക്കാളും കൂടി എന്താണെങ്കിലും. പിന്നെന്തെന്നറിയോ, ഇത് ശരിക്ക് എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മേക്കിംഗ് ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ഇത് കുട്ടികൾക്കാണെന്ന് പറഞ്ഞാലും അങ്ങനെയല്ല എന്നുള്ളതാണ് തോന്നുന്നത്. അതെ അതെ, അത് കുട്ടികൾക്കുള്ളതുണ്ടാവും, കുറച്ച് ഫാൻസിന് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നത്, അത് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സാധനം തന്നെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് നല്ലൊരു കണ്ടന്റ് ആണ്, അത് നല്ല രീതിയിൽ അത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പൂർണ്ണമായ സംതൃപ്തി എന്നുള്ളത് തന്നെ പറയാം. ഈ ട്രെയിലർ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് പറ്റിയ പശ്ചാത്തല സംഗീതം അതെ പക്ക അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. പിന്നെ എല്ലാ വർക്കും ആർട്ടായാലും കോസ്റ്റ്യൂം ആയാലും പിന്നെ VFX പരിപാടിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ കാണിച്ചില്ലല്ലോ, പ്രണവ് ഉണ്ട് ഇതിൽ. പ്രണവില്ലേ സിനിമയില്? ലാലേട്ടനല്ലേ ഡയറക്ട് ചെയ്തായിരുന്നെ പ്രണവിനെ? നീ ഓർക്കുന്നില്ലേ? അപ്പം അത് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. പ്രണവോ? പിന്നെ പ്രണവുള്ളതല്ലേ? പ്രണവ് മരക്കാറിലല്ലേ? മരക്കാറിലല്ല, ഗോവയിൽ വെച്ച് ഇതിനകത്തുണ്ടായിരുന്നു. ശരി, ആള് ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. അതിന് പാക്കപ്പിന്റെ അല്ലല്ല ശരിയാണോ? ശരിയാണ് പാക്കപ്പിന്റെ മറ്റേ ഇതിലെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആള് ഡയറക്റ്റ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല. സിനിമയിലുണ്ടെന്നാണ് കാര്യം. അത് പിന്നണിയിലായിരിക്കും. പിന്നണിയിലാണോ അഭിനയിച്ചിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞൂടാ. കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയാ, ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റൂല. ഇതിന്റെ ടീമിന്റെ ഒപ്പം ആളുണ്ടായിരുന്നു. അത് പാക്കപ്പിന്റെ ആ സമയത്ത് വന്ന വീഡിയോയിലൊക്കെ ആള് അതിനകത്തുണ്ട്, ആ ഫോട്ടോയിലൊക്കെ ഉണ്ടായിരുന്നു. ഓ സമാധാനം എപ്പോഴാ പേടിപ്പിച്ച് ഞാൻ മാറിപ്പോയ. ഞാനും പേടിച്ചു, അങ്ങനെ മാറിയോന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ മാറില്ല. എന്താണെങ്കിലും കാത്തിരിപ്പോ 25-ാം തീയതി ഡിസംബർ 25, ഏകദേശം ഒരു 30-45 ദിവസം. അതെ എടാ, ഞാൻ ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. എന്താണ് ഇതിന്റെ ക്വാളിറ്റി കണ്ടിട്ടേ? എന്ത് ക്വാളിറ്റിയാണ്? അടിപൊളി ക്വാളിറ്റി, ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. അതെ, ശരിക്കും മലയാളത്തില് ലക്ഷണമൊത്ത 3D. നമ്മുടെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ അടിപൊളി സാധനമായിരുന്നു. ഇത് കുറച്ച് കാലം കഴിഞ്ഞു, ഇപ്പോൾ നമ്മുടെ 2024 നിൽക്കുന്നത്. അതിൻ്റെതായ രീതിയിൽ വേറെ ലെവലിലേക്ക് 3D നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും. അതിന്റെ എഫക്റ്റ് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ അതെ ഗംഭീരമായിരിക്കും. ഇതിനകത്ത് കണ്ടിട്ട് ഇതിന്റെ കളറൊക്കെ എന്ത് രസമല്ലേ, കളറിംഗ് ഒക്കെ. അതായത് കളറിങ്ങും ലൈറ്റിങ്ങും ഒക്കെ സന്തോഷ് ശിവൻ സത്യം അതിന്റേതായ വ്യത്യാസം എല്ലാം ഉണ്ട്. ആർട്ടിലായാലും സാമസറിലല്ലേ, എല്ലാ രീതിയിലും അതിന്റേതായ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നു. ഇതിന് ആദ്യം പറയേണ്ട ഡയറക്ടർ ഇതെല്ലാം സെലക്ട് ചെയ്യാൻ ആള് ആരെയൊക്കെ എന്തിനൊക്കെ ചൂസ് ചെയ്യണം എന്നുള്ളതുണ്ടല്ലോ, അത് കറക്റ്റ് ആയിട്ടാണ് ആള് പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാം കൊണ്ടും ഒരു മികച്ച ഒരു സംഭവമായിട്ടാണ് നമുക്ക് ട്രെയിലർ കണ്ടപ്പം തോന്നിയിട്ടുള്ള കാര്യം. സാധാരണ പലതും നമുക്ക് ഭയങ്കര ഗൂസ്ബം ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ചില ട്രെയിലർ കിട്ടും, പക്ഷെ ക്ലീശേ പരിപാടിയായിരിക്കും, സ്ഥിരം കാണുന്ന സിനിമ എന്നുള്ള രീതിയിലായിരിക്കും. ഇത് പൂർണ്ണമായും ഒരു ഫ്രഷ് ഐറ്റം, നമ്മൾ മലയാള സിനിമയിൽ കാണാത്ത രീതിയിലുള്ള ഒരു സിനിമ നമ്മൾ കാണാൻ പോകുന്നത് 25-ാം തീയതി. ട്രെയിലറിൽ എന്തായാലും ആ ഒരു ഫ്രഷ് മാർക്ക് ദി വേർഡ്സ് നിന്നോട് അല്ല അവരോട് പറഞ്ഞു. ഡേറ്റ്സ് അല്ലേ? അല്ല വേർഡ്സ് എന്നാ പറഞ്ഞത്. നീ പറഞ്ഞ കാര്യം കാണാൻ പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞില്ല. എന്തായാലും തകർക്കാം ഒരു ഫാൻ ഷോ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ. വിശ്വസിക്കാൻ പറ്റില്ല, ഗംഭീര സാധനം, ഗംഭീരം.